ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് ആണ്. LDC, സ്റ്റോർ കീപ്പർ മുതലായ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നടത്തിയ പരീക്ഷയുടെ തെരഞ്ഞെടുത്ത കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് ആയിട്ട് ഇത് വരുന്നുണ്ട്. അപ്പോഴേ ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റംഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 യാർഡ്സ്. ഇത് ആരുടെ ആത്മകഥയാണ്? ആരുടെയാണ്? സയ്യിദ് കിർമാനി. ആരാണ്? സയ്യിദ് കിർമാനി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐ ടു ഹാഡ് എ ഡ്രീം ആരുടെ ആത്മകഥയാണ്? ഐ ടു ഹാഡ് എ ഡ്രീം ആരുടെയാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. ആരാണ് ഡോക്ടർ വർഗീസ് കുര്യൻ? ധവള വിപ്ലവത്തിന്റെ പിതാവാണ്. എന്താണ് ധവള വിപ്ലവം? പാൽ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി നടന്ന ഒരു വിപ്ലവമാണ്. അതിനകത്ത് വന്ന മാറ്റങ്ങളാണ് ഈ വിപ്ലവത്തിലൂടെ സംഭവിച്ചത്. ഇനി ഏത് നൃത്തകലയിൽ നിന്നാണ് കഥകളി ആരംഭിച്ചത്? കഥകളി ആരംഭിച്ചത് ഏതാണത്? രാമനാട്ടമാണ്. എന്താ? രാമനാട്ടം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണത്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഏതിന്റെ നിക്ഷേപമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത്? റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ബോക്സൈറ്റ് ആണ്. പ്രസിദ്ധമായ ചിലിക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. 1990-കൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത് ഏത് നയത്തിലാണ്? ശ്രദ്ധിക്കുക, 1990-കൾക്ക് ശേഷമാണ്. അതെന്താണ്? ഒന്നാമത്തേത് വിപണി യാന്ത്രികത, രണ്ടാമത്തേത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം. ഒന്നാമത്തേത് വിപണി യാന്ത്രികത, രണ്ടാമത്തേത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം. ഇനി ഇന്ത്യയിൽ ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്നത് ഏത് നികുതിയാണ്? ഗൂഗിൾ നികുതി. ഇക്വലൈസേഷൻ ലെവി എന്നാണ്. എന്താണ്? ഇക്വലൈസേഷൻ ലെവി. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി. എന്താണ്? ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോമാണ് ഇ-നാം. എന്താണ്? ഇ-നാം, ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ കാര്യമായിട്ട് പഠിക്കുക. വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.